2026 വർഷഫലം. ഉത്രട്ടാതി നക്ഷത്രം. അപ്പം മീനൻ രാശിയിൽ പെടുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലഗ്നത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ജന്മത്തിലാണ് ശനി, ജന്മശനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ജന്മശനിയാണ് 4ലാണ് വ്യാഴം നിന്നിരുന്നത്. അപ്പോൾ ഈ ജൂൺ മാസം 2026 ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്കത് വ്യാഴം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർക്കിടകത്തിലേക്ക് വരും. അപ്പോൾ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 5ാം ഭാവത്തിലാണ്. അപ്പം ജന്മത്തിൽ ശനി വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുക. 12-ൽ വ്യാഴാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലോട് കൂടിയാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ ആ ശനി, ആ വ്യാഴത്തിൻ്റെ ഒരു മാറ്റത്തോടു കൂടി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നതൊക്കെ ഒത്തിരി നല്ല സ്മൂത്തായിട്ട് പോകാനായിട്ട് സാധിക്കും. ഇത്ര നാൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ ഫലം നമുക്ക് ഈ ജൂൺ മാസത്തോടു കൂടി കിട്ടാനാണ് നമുക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു വിദേശത്തേക്കൊക്കെ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പോകുമ്പോൾ ആൾക്കാർ 8 മാസം 9 മാസമൊക്കെ ആണ് അതിൻ്റെ പ്രോസസ്സിങ് പീരീഡ് വരുന്നത്. അപ്പോൾ ആ പീരീഡിനൊക്കെ ഒരു മാറ്റം വരുന്നൊരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രകാലം. അപ്പോൾ അവരെ അത്രയും കൂടി നന്നായിട്ട് വിഷ്ണുവിനെ തന്നെ ഭജിക്കണം. അതേപോലെ പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവർക്കാണെങ്കിലും, അതുപോലെ ഇത്ര നാളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ വിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിലൂടെ നമുക്ക് വാക്ക് തർക്കങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാറ്റം വരുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം പുതിയ അനുഭവങ്ങളും പുതിയ നല്ല നല്ല രീതികളൊക്കെ വരുന്നൊരു സമയമാണ്. പുതിയ ഇപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ നല്ല പ്രൊജക്റ്റ് എടുക്കാം. മൊത്തത്തിൽ ഇത്രയും കൂടി നല്ല ഒരു സമയത്തിലേക്കാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ പോകുന്നത്. ജന്മശനിയാണ്. രോഗങ്ങളൊക്കെ ചെറുതൊക്കെ ആയിട്ടുണ്ടാവാം. ഞരമ്പ് സംബന്ധമായ രോഗം ഉണ്ടാവാം, കാലുവേദനയുണ്ട്, മുട്ടുവേദന, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കുറേ നല്ല അനുഭവങ്ങൾ ഈ ഒരു വർഷം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ജോലി തന്നെയാണെങ്കിലും, ചെറുതാണോ വലുതാണോ എന്നൊന്നും നോക്കണ്ട. എന്ത് തരം ജോലിയാണെങ്കിലും നമ്മളത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക, ന്യായത്തിൻ്റെ രീതിയിൽ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഈ ജന്മത്തിൽ ശനി വരുമ്പോൾ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാറ്റം വളരെ നല്ലൊരു മാറ്റമായിട്ട് ഈ ഒരു വർഷം അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും.